ഹായ് ഹലോ, നമുക്ക് വീട്ടിൽ തന്നെ വിളഞ്ഞൊരു പൈനാപ്പിൾ വെച്ച് മോര് കാച്ചിയാലോ? എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? ചിന്നു ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്കത്തട്ടിലേക്ക് അങ്ങ് ഇറങ്ങി. അത് വെച്ച് എന്തൊക്കെയോ അവൾ കാട്ടിക്കൂട്ടി. ഇത് ദേഷ്യം വന്ന അമ്മ നേരെ പൈനാപ്പിൾ വാങ്ങി മോര് കറിക്ക് പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കേണ്ടതാണ്. അതിനുശേഷം 3-4 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ പൈനാപ്പിൾ അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, അതിനകത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഇതിനായി 1 മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, ജീരകം എന്നിവ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ വെന്ത് ഇരിക്കുന്ന പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അരപ്പൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം മാത്രം മോരൊഴിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം മോര് തിളയ്ക്കാൻ നിൽക്കരുത്, അതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യേണ്ടതാണ്. ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഉലുവ, കടുക്, കൊല്ലമുളക്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഇവിടെ കൊല്ലമുളക് എന്നാണ് പറയുന്നത്, പിന്നെ കറിവേപ്പില. ഇടയ്ക്ക് നൈസായിട്ട് ഒരു തീയൊക്കെ പാറിയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ഇടണം, എങ്കിൽ മാത്രമേ മോര് കറിക്ക് നമ്മളുടെ ആ ഒരു കളർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.